ഈ സാരിയിൽ നിന്നെ കാണുമ്പോൾ പഴയ കാലത്ത് തിരികെ പോയതുപോലെ തോന്നും. ഒരു 10 വയസ്സ് കുറഞ്ഞതുപോലുണ്ട്. ഓ 10 കുറവുള്ളോ? ഹാപ്പി ആനിവേഴ്സറി ഡേ. താങ്ക് യു. താങ്ക് യു ഡിയർ. അരവിന്ദ് എവിടെ? അവനവിടെ സ്റ്റേജിന്റെ അവിടെ കാണും. ഓ അവിടെ ആകുമ്പോ പെൺകുട്ടികൾ കാണുമല്ലോ. വല്യമ്മേ, ആരാ ഇത്? ബ്യൂട്ടി ബാർബി ഗേളോ? വല്യമ്മേ, ഇന്ന് ഫംഗ്ഷൻ ആങ്കറിംഗ് ചെയ്യുന്ന ഞാനാ. കുഴപ്പമൊന്നുമില്ലല്ലോ? അതെന്താ, വേറെ ആരെയും കിട്ടിയില്ലേ? കിട്ടാത്തോണ്ടൊന്നും അല്ല, ആങ്കറിങ്ങിന് കൊടുക്കുന്ന പൈസ അടിച്ചു മാറ്റാനാ. ബാംഗ്ലൂർ പോകുമ്പോ അടിച്ചു വിളിക്കാൻ. ഈ അമ്മ എന്താ ഇതുവരെ വരാത്തെ? 2 മണിക്കൂറായിട്ട് മേക്കപ്പ് തുടങ്ങിയതാ. നിന്റെ അമ്മയല്ലേ ആള്? പണ്ട് താലപ്പൊലി കാണാൻ പോയത് ഓർമ്മയുണ്ടല്ലോ? എല്ലാ ഒരുക്കവും കഴിഞ്ഞ് നിന്റെ അമ്മയും കൊണ്ട് ചെന്നപ്പോ അവിടെ ഉത്സവവും കഴിഞ്ഞു വെടിക്കെട്ടാ. എന്താ പിന്നെ VIP വണ്ടികൾ മാത്രം നമ്പർ നോക്കി അകത്തേക്ക് കയറ്റണം. ബാക്കി വണ്ടികളൊക്കെ ബംഗ്ലാവിന്റെ പിറകിലുള്ള പാർക്കിംഗ് ഏരിയയിലേക്ക് വിട്ടാൽ മതി. നമ്മൾ ക്ഷണിച്ച മറ്റുള്ളവരുടെ വണ്ടികളുടെ ലിസ്റ്റാണിത്. രാത്രി മുഴുവൻ ഗസ്റ്റുകൾ വരികയും പോവുകയും ചെയ്യുന്നതാ. വളരെ ശ്രദ്ധിച്ചു വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ. നമ്മളുടെ ഒരു ഡ്രൈവറോ ഒരു സ്റ്റാഫോ പോലും മദ്യപിച്ചേക്കരുത്. അറിയാലോ മാഡത്തിന്റെ സ്വഭാവം. അലങ്കാരം എന്തിട്ടാരു ഭംഗി, സ്വർഗം പോലുണ്ടേ. ചേച്ചി മോനെ, ഇതൊക്കെ കണ്ടാസ്വദിക്കാനുള്ള ഭാഗ്യം നമ്മള് കളയാൻ പാടില്ലാട്ടാ. എന്ത് പ്രശ്നത്തിലും ഞാൻ ഏറ്റുകൂടാ, നീ വന്നേ, വാടാ. എല്ലാം ഓക്കെയാണ്. ഗസ്റ്റുകളൊക്കെ വിളിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞു. പിന്നെ അത് എയർപോർട്ടിലേക്ക് ഞാൻ തന്നെ പോവാം. ആരാ അമ്മയാള്? അഖിലാണ്ടേശ്വരിയുടെ ചീഫ് ഡ്രൈവറാ ദാസ്. അയാളുടെ ഒരു ഫോൺ 2 കൊടുത്താലേ പഠിക്കും. സോറി മാഡം, ഫോണിൽ സംസാരിച്ചുകൊണ്ട് ശ്രദ്ധിച്ചില്ല, ക്ഷമിക്കണം. തന്റെ ക്ഷമ അതാർക്ക് വേണം? ഒരു VIP വന്ന് കാറിൽ ഹോൺ അടിക്കുമ്പോ കേൾക്കാത്ത വിധത്തിൽ എന്തായിരുന്നു ഫോണിൽ ഇത്ര സംസാരം? മാനസില്ലാത്ത ഫൂൾ, ഇൻഡീസന്റ് ഫെലോ. ദേ, മര്യാദക്കല്ലെങ്കിൽ തന്റെ ജോലി ഞാൻ തെറിപ്പിക്കും. അയ്യോ മാഡം പ്ലീസ്. ശരി, വണ്ടിയിലൊരു ഗിഫ്റ്റ് ഉണ്ട്, പോയതെടുത്തോണ്ട് വാ. ശരി മാഡം. അനിയൻകുട്ടാ, വല്യ കുഞ്ഞിന്റെ പാട്ട് എന്ത് രസമല്ലേ? തകർത്ത് തിമിർത്ത് കലക്കി. ഇത്രയും നന്നായിട്ട് പാടുന്ന ആളാണെന്ന് അറിഞ്ഞൂടായിരുന്നു. സൂപ്പർ. ആനന്ദ് സാർ നന്നായിട്ട് പാടുമെങ്കിൽ അദ്ദേഹത്തിന്റെ അനുജൻ അരവിന്ദ് നന്നായിട്ട് ഡാൻസ് ചെയ്യും. നല്ലൊരു ഡാൻസറായ അദ്ദേഹത്തിന്റെ കലാപ്രകടനം കാണാൻ നമുക്ക് കൈയടിച്ച് വരവേൽക്കാം. മിസ്റ്റർ അരവിന്ദ്, പ്ലീസ് കം ടു ദി സ്റ്റേജ്.
ഹായ്. ഒറ്റയ്ക്ക് ഡാൻസ് ചെയ്താൽ അതത്ര സുഖമില്ല. കൂടെ കളിക്കാൻ 2-3 പേരുണ്ടെങ്കിൽ പ്ലീസ് കം. ഞാൻ കളിക്കാൻ റെഡിയാ. കമ്പനി തരാൻ എന്റെ ഫ്രണ്ട്സും ഉണ്ട്. ഡാ அடிக்கருப்பு நிறத்தழகி, அடிக்கருப்பு நிறத்தழகி, அடிக்கருப்பு நிறத்தழகி, உதட்டு சிவப்பழகி, சில்லறைய சதறிட்டண்டி, உன் சிரிப்பில் சில்லறைய சதறிட்டண்டி, உன் குங்கும உதட்ட வச்சு குழுந்து சிரிக்கையில இத ரெண்டு துடிக்குதடி, அதை பார்த்து என் மனசு தவிக்குதடி, உன் உதட்டுக்கு சொந்தக்காரண்டி, நான் இன்சூரன்ஸ் பண்ணிருக்கடி, உன் உதட்டுக்கு சொந்தக்காரண்டி, நான் இன்சூரன்ஸ் பண்ணிருக்கடி. அந்த வண்டி உன்னை பார்த்து கலஞ்சது அந்த வண்டி. அடிக்கருப்பு நிறத்தழக, அடிக்கருப்பு நிறத்தழக. அடிக்கருப்பு நிறத்தழகி, அடிக்கருப்பு நிறத்தழகி, அடிக்கருப்பு நிறத்தழகி, உதட்டு சிவப்பழகி, சில்லறைய சதறிட்டண்டி, உன் சிரிப்பில் சில்லறைய சதறிட்டண்டி, உன் குங்கும உதட்ட வச்சு குழுந்து சிரிக்கையில இத ரெண்டு துடிக்குதடி, அதை பார்த்து என் மனசு தவிக்குதடி.